PR എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു. അനീഷ് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതുവരെ കേട്ടിട്ടേയില്ല. നമുക്ക് അനീഷിനോട് ചോദിക്കാം എന്താണെന്ന്. അനീഷ് എന്ന് വിളിക്കുന്നുണ്ട് ലാലേട്ടൻ. അനീഷ് ആദ്യമായിട്ടാണ് PR എന്ന് കേൾക്കുന്നതെന്ന് പറയുന്നു. ആണോ? ഇത്രയും ഡീപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു തരത്തിലും ഒരു അറിവില്ലായിരുന്നെന്ന് അനീഷ് പറയുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR കുറിച്ച് ഒന്നും അറിയില്ല. അല്ല, അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് ഒരു ഫോൺ വന്നതെന്ന്. ആണോ? ഇവിടെ കയറുന്നതിന് 3 ദിവസം മുമ്പാണ് എനിക്ക് കോൾ വന്നതെന്ന് വീണ്ടും അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ഒന്നുകൂടെ ആലോചിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ നിങ്ങളെ ഒരു 12 14 ദിവസം മുന്നേ വിളിച്ചു. അത്രയ്ക്കെങ്ങും ഉണ്ടായിരുന്നില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇല്ലാത്തത് പറഞ്ഞാൽ തെളിവുകൾ കാണിക്കും. 12 ദിവസം അല്ലെങ്കിൽ 14 ദിവസത്തിന് മുന്നെയാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോബ്ലങ്ങളൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ ഒരു ഭാഗമാണ്. ഇപ്പം മനസ്സിലായോ PR എന്താന്ന്? ഇനി പറഞ്ഞേ, ആരാണ് PR? അപ്പോൾ അനീഷ് പറയാണ്, ഇവിടെ മത്സരാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു എമൗണ്ട് പുറത്ത് കൊടുത്ത് വിജയിയാക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ പൈസ കൊടുത്തു, എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അപ്പോൾ അനീഷ് പറഞ്ഞിട്ട്, ഇല്ല ലാലേട്ടാ, നിങ്ങൾ നല്ല ജെന്യുവനായിട്ട് കളിക്കണം, എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ, അല്ലാതെ PR കൊണ്ട് മാത്രം ഇവിടെ ജയിക്കാൻ പറ്റത്തില്ല, ലാലേട്ടൻ പറയുന്നുണ്ട്. അനീഷിന് നാളെ ദിവസത്തെ വോട്ട് കുറയാം, ഒരു ദിവസത്തെ പ്രവൃത്തി മതി വോട്ട് കുറയാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ ലാലേട്ടാന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ഒരു കാര്യമോ 100 കാര്യമോ പറഞ്ഞോളൂ. 5 വർഷം ലീവ് എടുത്തെന്ന് പറഞ്ഞത് ശരിയല്ല. ഞാൻ ലീവ് എടുത്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷത്തേക്കാണ് ലീവ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കി 3 വർഷവും കൂടിയുണ്ട്. അതിനകത്ത് വെച്ച് എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതണം, ബുക്കുകൾ എഴുതണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പം ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു. PR ഇല്ലെന്ന് പറഞ്ഞവരെ ഇത്രയും ലാലേട്ടൻ എണ്ണിപ്പിച്ച് ഇന്ന് വെള്ളം കുടിപ്പിച്ചെന്ന് വേണം പറയാൻ.